ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. ചിലരെങ്കിലും പറയും, ഒന്നും നടക്കുന്നില്ല, ഞങ്ങളുടെ സമയം ശരിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അതൊന്നും തന്നെ നടന്നു കിട്ടുവാൻ പോകുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണേണ്ടതുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് പോലെ ചെയ്തു നോക്കിയാൽ തീർച്ചയായും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും, അതായത് ഈ ലോകം തന്നെ മാറ്റി എഴുതുവാൻ സാധിക്കുന്ന ഒരു ഭഗവാനാണ് ശിവഭഗവാൻ. ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. ശിവഭഗവാന്റെ മുൻപിൽ ചെറുതോ വലുതോ എന്ന ഒരു വ്യത്യാസം ഒന്നും തന്നെയില്ല. ഈ ലോകം തന്നെ പ്രവർത്തിക്കുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ പ്രപഞ്ചം തന്നെ മുന്നോട്ട് പോകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ശിവഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഏതൊരു വ്യക്തികൾക്കും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുവാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ പൂജിക്കുന്നവർ, ശിവഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. എങ്കിലും അവർക്കുണ്ടാകുന്ന ന്യായമായ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനായി നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ശിവഭഗവാൻ ഒരേ സമയം സംഹാരത്തിൻ്റെയും സൃഷ്ടിയുടെയും ദേവനായാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല കരുണയുടെയും കൃപയുടെയും പ്രതീകം കൂടിയാണ് ശിവഭഗവാൻ. ശിവഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ നിരവധി മാർഗങ്ങളുണ്ട്. മാത്രമല്ല ശിവഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കുവാനും വളരെ എളുപ്പമാണ്. മനസ്സുരുകി നമ്മൾ ശിവഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും ഭഗവാൻ എന്നാണ് പറയുന്നത്. പതിവായി ശിവമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഒരാൾ ഉള്ളിൽ നിന്ന് അത്യധികം ശക്തനാകുകയും അവരുടെ ആത്മാവ് ഒരു ഉരുക്കു മുഷ്ടി പോലെ ആകുകയും ചെയ്യുന്നു. മാത്രമല്ല മരണത്തെപ്പോലും നേരിടുവാനുള്ള ശക്തി ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശിവപൂജ തന്നെയാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത്. അതിനാൽ തന്നെയാണ് ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനും ഏതൊരു പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും ശിവപൂജ ചെയ്യണമെന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും പറയും, ഞങ്ങൾ തുടർച്ചയായി കാലാകാലങ്ങളായി ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലി വരുന്നവരാണ്, എങ്കിലും എൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇതുവരെയും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഭഗവാൻ കൊണ്ടു തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് തിരിച്ചറിയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ശിവഭഗവാനെ പൂജിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി, ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ പറയുവാൻ പോകുന്ന മന്ത്രം ചൊല്ലേണ്ട സമയം ഏതാണെന്ന് കാണാം. നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ന്യായമായതാണെങ്കിൽ അത് ഭഗവാൻ നടത്തിത്തരുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലുക. എത്ര ദിവസം ചൊല്ലണമെന്ന് പലർക്കും സംശയമുണ്ടാകും. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് 21 ദിവസം മുതൽക്ക് 41 ദിവസം വരെയും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. പീരിയഡ് സമയങ്ങളിൽ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നത് ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറുവാൻ സമയം കിട്ടിയില്ല എങ്കിൽ പോലും, ഒരുപക്ഷെ ചിലർക്ക് വീട്ടിലെ പണിത്തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പൂജകൾ ഞങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഭക്ഷണം, അതായത് ആഹാരം കഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുവാനായിട്ടും ശ്രമിക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മൾ പൂജാമുറിയിൽ നേരെ കയറുന്നതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണികൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാണെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭഗവാന്റെ തിരുമുന്നിൽ പോയി ഇരുന്ന് ഈ മന്ത്രം നിങ്ങൾ 108 തവണ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനെ ഭഗവാൻ സാധിച്ചു തരും എന്നാണ് പറയുന്നത്. ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങേണ്ടത് ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുവാനും നിങ്ങൾ ഇതിനിടയിൽ ഈ മന്ത്രം ചൊല്ലുന്നതിനിടയിൽ വേറെ ഏതു കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ആഗ്രഹങ്ങൾ നിങ്ങൾ മുൻനിർത്തിയാണോ ഈ മന്ത്രം ചൊല്ലുന്നത്, നിങ്ങൾ എത്ര ദിവസം ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിലും, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നത് വരെ 21 ദിവസമോ 41 ദിവസമോ ചൊല്ലുകയാണെങ്കിൽ പോലും ആ ഒരൊറ്റ ആഗ്രഹം മാത്രമേ നിങ്ങൾ ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കാവൂ. അതിനു മുന്നേ നിങ്ങളുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ ശിവഭഗവാൻ നമുക്ക് കനിഞ്ഞ അനുഗ്രഹം തരണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഭഗവാന്റെ മുൻപിലേക്ക് വെക്കാവുന്നതാണ്.
രാവിലെ മാത്രമാണോ ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ, രാവിലെ മാത്രമാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്ന ദിവസങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് ആണെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങൾ ഈ മന്ത്രം ഒഴിവാക്കുക. 21 ദിവസം പറയുമ്പോൾ അവരവരുടെ സമയങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തുടർച്ചയായി 21 ദിവസം നിങ്ങൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇടയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മന്ത്രം നമുക്ക് ചൊല്ലാൻ സാധിക്കാതെ വരികയാണെങ്കിൽ, അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ കണക്കിലെടുത്ത് ചൊല്ലാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 2-3 ദിവസങ്ങൾ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആദ്യം മുതൽക്ക് നിങ്ങൾ തുടങ്ങേണ്ടതാണ്. ഇതിനായി നമ്മൾ നമ്മുടെ വീടുകളിലെ പൂജാമുറികളിൽ ഇരുന്നു കൊണ്ടും ചൊല്ലാം. അതല്ല, ചിലരുടെ വീടിനടുത്ത് ശിവക്ഷേത്രങ്ങൾ ഉണ്ട് എന്നിരിക്കെ നിങ്ങൾക്ക് നിത്യവും അവിടെ പോയി മന്ത്രം ജപിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിരുന്നു കൊണ്ട് 108 തവണ മനസ്സ് ഉരുകി തന്നെ ഭഗവാനെ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മന്ത്രം ഏതാണ് എന്നു കാണാം. ഹ്രീം നമഃശിവായ, ഹ്രീം നമഃശിവായ, ഹ്രീം നമഃശിവായ എന്നുള്ള മന്ത്രമാണ് 108 തവണ നിങ്ങൾ 21-41 ദിവസമോ ജപിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുന്ന സമയമോ അല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞോ നമ്മൾ എപ്പോഴും ജപിക്കുന്ന മന്ത്രങ്ങളും ചൊല്ലാവുന്നതാണ്. ഓം നമഃശിവായ എന്നുള്ള മന്ത്രവും നിങ്ങൾ തുടരെ ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും നടക്കില്ല എന്ന് എഴുതിത്തള്ളിയ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ പോകുന്ന സമയമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ഇനി 21 ദിവസം നമ്മൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനിടയിൽ തന്നെ നമ്മളുടെ പ്രാർത്ഥന നിറവേറി കിട്ടി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ 21 ദിവസം മനസ്സിൽ കരുതിയാണ് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത് ചൊല്ലി 3-4 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയാലും കൂടി നിങ്ങൾ 21 ദിവസം ഈ മന്ത്രം ജപിക്കുക തന്നെ വേണം. ഇനി 21-ാം ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് ചെന്ന് ഇളനീർ അല്ലെങ്കിൽ കരിക്ക് എന്ന് പറയും, അത് അഭിഷേകത്തിനായി വാങ്ങിക്കൊടുക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് വിൽവ ഇലകൾ അർച്ചനയ്ക്കായും വാങ്ങിക്കൊടുക്കാവുന്നതാണ്. ഇളനീർ അഭിഷേകം ഭഗവാന് നമ്മൾ വാങ്ങിക്കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും ഇല്ലാതാകുകയും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരികയും ആരോഗ്യപരവും സാമ്പത്തികപരവും അതുപോലെ തന്നെ മാനസികപരവുമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും നമ്മുടെ ജീവിതത്തിലെ മുജ്ജന്മ പാപങ്ങൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു അഭിഷേകമാണ് ഇളനീർ അഭിഷേകം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ മന്ത്രം ചൊല്ലി 21-ാം ദിവസം അതല്ലെങ്കിൽ 41-ാം ദിവസം നിങ്ങൾക്ക് ഇളനീരഭിഷേകം ക്ഷേത്രത്തിലേക്ക് ചെയ്യിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ചീട്ടാക്കാവുന്നതാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇളനീർ കൊണ്ടുപോയി കൊടുത്താൽ അവിടെ അഭിഷേകം ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ആ അഭിഷേക തീർത്ഥം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട് മുഴുവൻ തളിച്ചു വിടുകയും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കെല്ലാം തീർത്ഥം പ്രസാദമായി കൊടുക്കുകയും ചെയ്യുന്നതും ഉത്തമമാണ്. എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര പൂജകൾ ചെയ്താലും ഏത് ക്ഷേത്ര ദർശനം ചെയ്താലും നമ്മുടെ ജീവിതം ദുഃഖങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായും കണ്ടു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെയാണ് ഞാൻ പറയുന്നത്, ശിവഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുവാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയരുത്. കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിലെ മാറ്റം കൊണ്ടുവന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത്. ഹ്രീം എന്നുള്ളത് പാർവതി ദേവിയുടെ അതല്ലെങ്കിൽ ശക്തി ദേവിയുടെ ബീജമന്ത്രമായാണ് കരുതപ്പെടുന്നത്. ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പാർവതി ദേവിയെയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹ്രീം നമഃശിവായ എന്നുള്ള മന്ത്രം 108 തവണ ചൊല്ലുവാനായിട്ട് പറയുന്നത്. ചൊല്ലി നോക്കുക. 1-2 ദിവസങ്ങൾ നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സൂചന നിങ്ങളെ തേടി വരുന്നതായിരിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ഒരു നല്ല മാറ്റം കൊണ്ടെത്തിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. ഒരാഗ്രഹത്തിനായി 21 ദിവസം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം വേറെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി ഈ മന്ത്രം നിങ്ങൾക്ക് ജപിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ.